ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് ചെറുപയർ മുളപ്പിച്ച് അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാവേ. 10 മണിക്കൂർ കുതിർത്ത് കഴിയുമ്പോഴത്തേനും ഈ ചെറുപയർ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊലിയെല്ലാം കൂടെ വിട്ടു പൊക്കോളുവേ. അങ്ങനെ ആ ഒരു പരിവായി കഴിയുമ്പം അത് നല്ലപോലെ ഒന്നുകൂടെ കഴുകി എടുത്തേച്ച് കണ്ണികലുള്ള ഒരു തോർത്തിൻ്റെ അകത്ത് തോർത്ത് നല്ലപോലെ നനച്ച് പിഴിഞ്ഞെടുത്ത തോർത്താട്ടോ. ഇതുപോലെ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ തോർത്തിൻ്റെ ഒരു സൈഡിൽ വെച്ചേക്കുന്നത്. കൂടുതലുണ്ടെങ്കിൽ വലിയ തോർത്തിൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് ചുറ്റിച്ചെടുത്താൽ മതിയേ. എന്നിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റി കെട്ടിയെടുക്കണം കേട്ടോ. ഒരു ഇങ്ങനെ സൈഡിൽ കുറച്ച് കൂടുതൽ ഭാഗമുണ്ടല്ലോ, അതിങ്ങനെ ചുറ്റി അങ്ങോട്ട് വെച്ചേക്കണം. എന്നിട്ട് നനഞ്ഞ തോർത്താന്ന് ഓർമ്മ വേണം. ഇത് ഞാനിന്ന് പ്രത്യേകം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു ഈ വീഡിയോ. അന്നേരം മുളയ്ക്കാൻ താമസം വന്നെന്നൊക്കെ 1-2 പേര് കണ്ടപ്പോൾ പറഞ്ഞു. അതുകൊണ്ടാണ്. പിന്നെ നമ്മളൊരു പ്ലേറ്റിൻ്റെ അകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അത് വേറൊരു പാത്രം വെക്കണം. എന്നിട്ട് ആ പാത്രത്തിൻ്റെ പൊക്കത്ത് നമ്മൾ ഈ സെറ്റാക്കി വെച്ചേക്കുന്ന പയർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതുപോലെ ഹോളുള്ളൊരു പാത്രം കൊണ്ട് മൂടി വെക്കണം. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം 5:30 കഴിഞ്ഞ് ചെയ്തതാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ രാവിലെ ഒരു 6 മണി ആകുന്നുള്ളൂ. എടുത്ത് നോക്കുമ്പോഴത്തേനും അത്യാവശ്യം നല്ലപോലെ മുള വന്നോളൂ. ഇത് കണ്ടോ, ഇത് ആ കുതിരുന്നതനുസരിച്ച് ഇതിന് മുള വരുന്നത്. നമ്മൾ കുറച്ച് നേരമൊക്കെ കുതിർത്തേച്ചൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുള വന്നോളും, താമസം വരുവേ. പിന്നെ ചെറിയ മുളയായിരിക്കും. ഇപ്പോൾ ഉച്ച കഴിയാനൊക്കെ വെയിറ്റ് ചെയ്താൽ നല്ലപോലെ മുള വരും കേട്ടോ. ഇനി ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ നല്ലത്. വേറൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഇതിന്. പക്ഷേ ഇത് നല്ല ഹെൽത്തി ഉണ്ടാക്കി നോക്കണം. ഇത് കണ്ടോ, ഉപ്പ് കൂണൊക്കെ ഉണ്ടായിരിക്കുന്ന പോലെ ഒരുപാട് ഇങ്ങനെ ആ തോർത്തിൻ്റെ ഓരോ ഹോളിക്കൂടെ അതിൻ്റെ ഈ അതാ ഈ കണ്ണിയകലുള്ള തോർത്ത് വേണമെന്ന് പറയുന്നത്. പെട്ടെന്ന് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ. വളരെ ഹെൽത്തി ആട്ടോ. ഇന്നിപ്പം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം പുട്ടും മധുരവിട്ടും ഒക്കെ ഉണ്ടാക്കി കാണിച്ചില്ലേ, അതുപോലെ ഇതുപോലെ ഓരോരോ രീതിയിൽ ഉണ്ടാക്കുന്ന കാണിക്കുന്നതുള്ളേ. ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു പാത്രം ഒരു ചെറിയൊരു കപ്പ് അളവിലാട്ടോ പിന്നെ പയറെടുത്തേക്കുന്നത്. ആവിയിൽ പുഴുങ്ങിയെടുത്ത പയറാട്ടോ. ആവി പുഴുങ്ങിയെടുത്തിട്ട് എല്ലാം ചെയ്യാറ് ഞാൻ. പിന്നെ 2 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്, കരിയാപ്പില എടുത്തു, വറ്റൽമുളക്, ഇഞ്ചി, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചേച്ച് ആദ്യമേ ഇഞ്ചിയും ചുമന്നുള്ളിയും കൂടി ഒന്ന് വാടി വരുമ്പോഴത്തേനും കരിയാപ്പിലയും വറ്റൽമുളകും കൂടി ഇടുക. എന്നിട്ട് അതും ഒന്ന് വാടി വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത്, ഉപ്പും എരിവും പയറിനും കൂടെ വേണ്ടുന്ന ഇടുന്നത്. പയർ വെറുതെ ആവിയിലൊന്ന് പച്ചച്ചവ മാറ്റി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ റവയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചേക്കണേ. അതൊരു 1-1.5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും തന്നെ 2 മിനിറ്റ് എടുക്കണ്ട, അപ്പോൾ തന്നെ അതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞു വരും കേട്ടോ. ഒരു ചെറിയ നനവുള്ള സമയത്ത് നമ്മുടെ പയറിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി എടുത്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ ആ എരിവും ഉപ്പും കൂടുതൽ വേണമെന്ന് പറഞ്ഞത് പയറിന് എരിവും ഉപ്പും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. പിള്ളേരൊക്കെ കഴിച്ചോളുവേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ പയർ മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ കുറച്ച് സമയം കുതിരണം എന്നുള്ളതാണ്. പിന്നെ കണ്ണികലുള്ള തോർത്ത് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ.